ഹായ് ഓൾ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. അപ്പോൾ ഒരുപാട് ദിവസമായി ACCA ജേർണിയുടെ ഒരു വീഡിയോ ചെയ്തിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ജൂലൈ ഫസ്റ്റ് ആ ഒരു സമയത്താണ്, ഫസ്റ്റ് വീക്കിലാണ് തോന്നുന്നു, FM ക്ലാസ് തുടങ്ങിയത് കേട്ടോ. പിന്നെ ഒക്ടോബർ ഫസ്റ്റ് വീക്കിലാണ് എക്സാം അതിൻ്റെ തീർന്നത്. അപ്പം അത്രയും ഗ്യാപ്പ് ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. അപ്പോൾ പഠിക്കാനൊക്കെ കുറേ ലീവ് കിട്ടി. പിന്നെ നല്ല സ്ലോ ബേസിലാണ് പഠിപ്പിച്ചതും ഞാൻ പഠിച്ചതും. ഇത്രയും ലീവ് കിട്ടിയപ്പോൾ തന്നെ എന്താ പറയുക, മൊത്തം ദിവസം ഇരുന്ന് പഠിച്ചു എന്ന് പറയാലോ. ആ ബുക്ക് പൂജയുടെ സമയത്ത് മാത്രമേ ഞാൻ ബുക്ക് എടുത്ത് വെച്ചുള്ളൂ പൂജയ്ക്ക്. അല്ലാത്ത ദിവസമൊക്കെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ പറയുക, എത്തിയില്ല എന്ന് പറയില്ലേ, ഇത്ര ടോപ്പിക്ക് എത്ര പഠിച്ചാലും അത് കഴിയണില്ല, അങ്ങനത്തെ ഒരു ഇത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് മനസ്സിലായിട്ടില്ല സംഭവങ്ങൾ. അതായത് ഇപ്പോൾ നമ്മൾ ഓൺലൈനിലല്ലേ, ഓൺലൈനിലാകുമ്പോൾ ഇടയ്ക്ക് ഒരു ടോപ്പിക്ക് മിസ്സായി എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിക്കുക പിന്നെ നോക്കാം പറഞ്ഞാൽ അവിടെ വെക്കും, പിന്നെ അത് നോക്കാൻ മറക്കും. അങ്ങനെ പിന്നെ നോക്കാം പറഞ്ഞ് വെച്ച ടോപ്പിക്സ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പിന്നെ അത് പിന്നെ നോക്കാൻ പോകില്ല. ഞാൻ ലൈവിൽ ഇങ്ങനെ കയറി ഇരിക്കുകയാവും. എപ്പോഴും ലൈവിൽ കയറും കേട്ടോ, ഓൺലൈൻ ലൈവ് ക്ലാസ്സിലാണ് കയറുക. 9:30 ആ ഒരു ടൈമിൽ കയറിയിരുന്ന പിന്നെ ബ്രേക്ക് ആകുമ്പോൾ നിർത്തും, പിന്നെ ലൈവ് കയറും. അങ്ങനെയാണ്. റെക്കോർഡിങ്സ് കാണാനേ നിൽക്കില്ല. അപ്പോൾ നല്ല മടിയാണ് എനിക്ക് റെക്കോർഡിങ്സ് കാണാൻ. അപ്പോൾ ഞാൻ ആ ടോപ്പിക്ക് സ്വയം ഇരുന്ന് പഠിക്കാൻ നോക്കും. അങ്ങനെ പഠിക്കുമ്പോൾ സമയം പോവും. അങ്ങനെ കുറേ സമയം പോയി. അതാണ് ഇപ്പം ഉണ്ടായി. അങ്ങനെ ഞാൻ മെല്ലെ ഇരുന്ന് എല്ലാം പഠിച്ചു. എല്ലാം പഠിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല, കുറേയൊക്കെ പഠിച്ചു. എന്നിട്ട് എന്തായിന്നറിയോ, ഞാൻ എല്ലാ ടോപ്പിക്കിലും കാലിട്ട പോലെയായി. കുറച്ച് അവിടെ കാലിട്ടു, കുറച്ച് ഇവിടെ കാലിട്ടു. റിസ്ക് മാനേജ്മെന്റ് ഞാൻ സ്റ്റഡി ഹബ്ബ് കേട്ടോ ടെക്സ്റ്റ് വായിക്കുക. സത്യം പറയാലോ, അത് അങ്ങനെ എന്താ പറയുക, ഷോർട്ട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ അതിരുന്ന് വായിക്കും. എൻ്റെ പൊന്നു മോനെ, എനിക്കൊന്നും മനസ്സിലായില്ല സത്യം പറയല്ലോ. ബിസിനസ് വാല്യുവേഷൻ, റിസ്ക് മാനേജ്മെന്റ് ഞാൻ ഇരുന്ന് വായിച്ചു, മൊത്തം ഇരുന്ന് വായിച്ചു. അങ്ങനെയാണ് എൻ്റെ രണ്ട് മൂന്ന് ഒരാഴ്ച പോയി തോന്നുന്നു അതിരുന്ന് വായിച്ചിട്ട്. ബിസിനസ് വാല്യുവേഷൻ പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടി. അതായത് ഞാൻ ക്ലാസ്സിലപ്പോൾ നേരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, എനിക്കത് ഓർമ്മയില്ല. എന്താണാവോ, നോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഒരു കാര്യമില്ല. എന്താണാവോ, ഞാൻ ആ ടൈമിൽ, അതായത് ക്ലാസ് എടുത്ത ദിവസം തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഉള്ള പ്രശ്നമാണത്. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത് ACCA റിയൽ എക്സാം എഴുതുന്ന കുട്ടികളോട് FM എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയൊക്കെയാണ് അവർ പഠിച്ചത്, ഏതൊക്കെ ടോപ്പിക്കിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. അതിനെ പറ്റിയിട്ട് നമുക്ക് ഇനി സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ അവർ പറഞ്ഞത് എല്ലാ പേപ്പറും പോലെ നല്ല പ്രാക്ടീസ് ചെയ്യണമെന്നാണ്. പിന്നെ എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. തിയറിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയുക, എല്ലാ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ചോദിച്ച കുട്ടിക്കുണ്ടല്ലോ, ക്യാഷ് ഫ്ലോ ആ ഒരു ടോപ്പിക്കിന് സെക്ഷൻ C ക്വസ്റ്റ്യൻ വന്നിരുന്നു. നമ്മൾ സാധാരണ അത് നോക്കാത്തൊരു ടോപ്പിക്കാണ് ക്യാഷ് ഫ്ലോൻ്റെ. ജസ്റ്റ് ഒന്ന് പഠിക്കുമ്പോൾ ഒന്ന് നോക്കുക എന്നല്ലാതെ പിന്നെ നമ്മളങ്ങനെ പ്രാക്ടീസ് ചെയ്യാറൊന്നുമില്ല. പക്ഷെ ഒരു തവണ ആ കുട്ടിക്ക് അങ്ങനെ എക്സാമിൽ വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ അത് നമ്മൾ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. നല്ല ചെറുതാക്കിയിട്ട് ഷോർട്ട് നോട്ട്സ് ഇല്ലേ, കൂടുതൽ പേരും ചെയ്യുന്നുണ്ടാവും, ബട്ട് ചെയ്യാത്തവരുണ്ടാവും കേട്ടോ, മടി പിടിച്ചിരിക്കുന്നവരുണ്ടാവും ആരായാലും. അപ്പം അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് ഭാവിയിലേക്കൊക്കെ നല്ലതാണ്. റെഫറൻസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ വലിയ ബുക്കൊക്കെ ഏറ്റി പോണേക്കാട്ടും ചെറിയൊരു ബുക്ക് കയ്യിലുള്ളത് നല്ലതാണ്, യൂസ്ഫുൾ ആകും കേട്ടോ. ഇനി ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യുക. പിന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് കപ്ലാൻ ആൻഡ് സ്റ്റഡി ഹബ്ബ് തന്നെയാണ് കേട്ടോ. ഞാനും അതന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റഡി ഹബ്ബത്തെ ക്വസ്റ്റ്യൻസ് റീസെറ്റ് ചെയ്യുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, റീസെറ്റ് ചെയ്യുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, ഇതൊക്കെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പോഴും. പിന്നെ കപ്ലാൻ കിറ്റിൻ്റെ പ്രിന്റ് ഞങ്ങൾക്ക് കിട്ടും, അതും പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയായിരുന്നു ഇത്രയും കാലത്തെ ജീവിതം. പിന്നെ ബുക്ക് പൂജയ്ക്ക് വെച്ചിരുന്നു 2 ദിവസം. സൂപ്പർ അല്ലേ? അന്ന് ഞാൻ സിനിമ കണ്ടു. FRAAPM ടാക്സ് അങ്ങനത്തെ സ്കിൽ പേപ്പേഴ്സ് നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ പാസ്സായവരാണെങ്കിൽ FM പാസ്സാവാനും എളുപ്പമായിരിക്കും. ബിക്കോസ് യു നോ ദ ട്രിക്ക് ഹൗ ടു സ്റ്റഡി. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ പാസ്സാവാൻ ബുദ്ധിമുട്ടുന്നുണ്ടാവില്ല. ഏതൊരു പേപ്പറും പഠിക്കേണ്ടത് പോലെ തന്നെയാണ് നമ്മൾ FM പഠിക്കുക. കുഴപ്പമൊന്നുമില്ല. കുറേ കൺഫ്യൂസിങ് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്.
പിന്നെ നല്ല ബിസിനസ് അക്യുമെൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. എന്നെപ്പോലെയുള്ളവർക്കാണ് ടഫാവുള്ളൂ. ഐ വാസ് ജസ്റ്റ് കിഡിങ്. നിങ്ങൾക്കൊക്കെ എളുപ്പമായിരിക്കും ബിക്കോസ് യു ആർ ACCA സ്റ്റുഡൻസ്. നിങ്ങൾ ബാക്കിയുള്ള പേപ്പേഴ്സൊക്കെ പാസ്സായിട്ടുണ്ടെങ്കിൽ എഫ് നിങ്ങൾ എന്തായാലും പാസ്സാവും. കാരണം നിങ്ങൾ പഠിക്കും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നിങ്ങളുടെ ഫസ്റ്റ് പേപ്പറാണ് എങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്. നമ്മളിപ്പോൾ ഒരു സെക്ഷനിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ ബാക്കിയുള്ള സെക്ഷൻസ് തമ്മിലൊരു ഇംബാലൻസ് വരും. അതായത് ഇപ്പോൾ സെക്ഷൻ സി നല്ല മിനുക്കിയിരുന്നാൽ സെക്ഷൻ ബി പോക്കാണ്. അതുപോലെ തന്നെ എല്ലാത്തിനും വേണ്ട സമയം മാത്രം കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, ഞാൻ പഠിക്കുന്ന രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. എൻ്റെ മൈൻഡിലാണെങ്കിൽ 1000 തോട്ട്സാണ്. ഇതൊക്കെ എങ്ങനെ ഞാൻ കൺട്രോൾ ചെയ്യണത് എനിക്കറിയില്ല. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒക്കെ കാണാപ്പാഠം പഠിച്ച് അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ? അതൊക്കെ ഒന്ന് ശരിയാക്കണം. പിന്നെ കോൺസെൻട്രേഷൻ ഒന്ന് ശരിയാക്കണം. അടുത്തത് PM ആണ്. നാളെയാണ് ക്ലാസ് സ്റ്റാർട്ട് ടൈം. ഇന്ന് October 8, നാളെ October 9, 9 മണിക്ക് ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താവും എന്തോ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പേപ്പറായിരുന്നു. അപ്പോൾ ഇതും അങ്ങനെ ആവുമെന്ന് വിചാരിക്കുന്നു. എക്സാം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആൻഡ് ഐ ആം ക്യൂരിയസ് അബൌട്ട് ഇറ്റ്. നാളെ ഞാൻ പറ്റുമെങ്കിൽ ഒരു വ്ളോഗ് കണ്ടിടാം. എന്തൊക്കെയാണ് ഞാൻ ആ ദിവസം ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ക്ലാസ്സസ്, എങ്ങനെയാണ് ഞാൻ ക്ലാസ്സിലിരിക്കുന്നത്, വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെയൊക്കെ കാണിച്ചിട്ടൊരു വീഡിയോ. എനിക്കിങ്ങനെ ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമ്പോൾ ശരിയാവണില്ല. അതാണ് എനിക്കിങ്ങനെ ഇൻട്രസ്റ്റ് വരാത്തത്. പിന്നെ നമുക്ക് കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിലൊക്കെ ഫോണും പിടിച്ചത് ഇരുന്ന് അതിൻ്റെ പരിപ്പൊക്കെ എപ്പോൾ പറന്ന് പോയെന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ടാണ് അങ്ങനെ അതൊന്നും ചെയ്യാത്തത്. ബട്ട് പിന്നെ തോന്നുന്നു എപ്പോഴെങ്കിലുമൊക്കെ ചെയ്താലോ എന്ന്. പറ്റുമെങ്കിൽ നാളെ ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. നോക്കട്ടെ. ഞാൻ സംസാരിക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ആക്കി കാണിച്ചാലോ എന്നൊക്കെ ഉണ്ട്. എന്തൊക്കെയോ കുറേ ഐഡിയാസ് ഉണ്ട്, ബട്ട് ഒന്നും അങ്ങനെ ശരിയാവുന്നില്ല. ഇപ്പം തന്നെ കുറച്ചെൻ്റെ കിളിയൊക്കെ പോകാൻ തുടങ്ങി. എന്താ പറയുക, ഇനിയിപ്പോൾ PM കഴിഞ്ഞ് AA കഴിഞ്ഞ പ്രൊഫഷണൽ ലെവലാണ്. അപ്പം ഇനി എത്ര കിളി പാറും, എങ്ങനെയായിരിക്കും എൻ്റെ അവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പം ഞാൻ രാത്രിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഐ എം സോ ടയേർഡ്. അതാണ് എൻ്റെ വോയിസ് ആൻഡ് മൈൻഡ് ലൈക്ക് ദിസ്. സോ സോറി ഫോർ ദാറ്റ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.